ഓം ഗുരുഭ്യോ നമഃ. ഏകദന്തം മഹാകായം സപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. എല്ലാവർക്കും അംബികാ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഞാൻ ലാലിമായ. 2019 മേടരവി വിഷു സംക്രമം സർവചരാചരങ്ങളിലും സർവ്വജീവജാലങ്ങളിലും പ്രകടമായ മാറ്റം സംഭവിക്കുന്നൊരു കാലഘട്ടമാണ്. 2019 മേടരവി വിഷു സംക്രമം അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാർക്ക് എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നോക്കാം. അവരുടെ രാഷ്ട്രീയപരവും സാമ്പത്തികപരവും സാമൂഹികപരവും കുടുംബപരവും വിദ്യാഭ്യാസപരവുമായ വിവാഹം ഇത്യാദി വിഷയങ്ങൾ ഉൾപ്പെടുന്ന എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് എങ്ങനെ അവരെ അത് സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ പറയാൻ പോകുന്ന നക്ഷത്രം അത്തം നക്ഷത്രമാണ്. കന്നിരാശിയിൽ ഉൾപ്പെട്ടിട്ടുള്ള അത്തം നക്ഷത്രക്കാർ മേടരവി വിഷു സംക്രമം അവർക്ക് ഈ വർഷത്തിൽ ഏറ്റവും അനുയോജ്യകരമാണ്. അവരെ സംബന്ധിച്ച് ഉദ്യോഗ സംബന്ധമായിട്ട് അധികാരപ്രാപ്തിയും മനസ്സുഖവും, സാമ്പത്തിക വിഷയങ്ങളിൽ അനുകൂലമായിട്ടുള്ളൊരു മാറ്റവും, വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ളൊരു തീരുമാനമെടുക്കാനും, വിവാഹാദി മംഗള കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ളൊരു തീരുമാനമെടുക്കാനും പറ്റിയ സമയമാണ്. എന്നിരുന്നാലും കന്നി രാശിക്കാരെ സംബന്ധിച്ച്, അതായത് അത്തം നക്ഷത്രം ഉൾപ്പെട്ടിട്ടുള്ള കന്നി കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 4-ാം ഭാവത്തിലും ശനി 4-ാം ഭാവത്തിലും സഞ്ചരിക്കുന്ന കാലഘട്ടവും കർമ്മഭാവത്ത് രാഹുർ സഞ്ചരിക്കുന്ന കാലഘട്ടവുമാണ്. കണ്ടകശനിയുടെ ബുദ്ധിമുട്ടും വ്യാഴത്തിൻ്റെ ബുദ്ധിമുട്ടും, വ്യാഴം 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടും, കർമ്മഭാവത്ത് രാഹുർ സഞ്ചരിക്കുന്നതിനാൽ തൊഴിൽപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളും സംഭവിക്കുന്നൊരു കാലഘട്ടമാണ്. എന്നിരുന്നാലും ദൈവാധീനം കൂട്ടി അത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. കന്നി രാശിക്കാരെ സംബന്ധിച്ച് അത്തം നക്ഷത്രക്കാർക്ക് ദൈവാധീനം കൂട്ടി ക്ഷേത്ര പൂജാതി കാര്യങ്ങളിൽ പങ്കെടുക്കുകയും ക്ഷേത്ര ദർശനം നടത്തുകയും സർപ്പപ്രീതികരങ്ങളായ പൂജാതി കാര്യങ്ങൾ ചെയ്യുകയും ശിവക്ഷേത്രത്തിൽ പൂജാതി കാര്യങ്ങൾ ചെയ്യുകയും, കണ്ടകശനി കാലഘട്ടമായതിനാൽ അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജന വഴിപാട് നടത്തിയും ദുർഗാദേവി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി പോലുള്ള അർച്ചനാദികൾ കഴിപ്പിച്ചും ഈ വർഷം അനുയോജ്യമാക്കി എടുക്കാവുന്നതാണ്.